ശരീരത്തിൻ്റെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ? എന്തായാലും എൻ്റെ കൂടെ പോന്നോളൂ. ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിക്കുന്ന ഒരു ഫുഡ് റൊട്ടീനും അതുപോലെ തന്നെ നല്ല റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഡയറ്റിങ് തുടങ്ങിയ പിന്നെ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതുമൊക്കെ. കാർബോഹൈഡ്രേറ്റ് കഴിവതും കുറച്ച് കഴിച്ചിട്ട് പ്രോട്ടീനുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ നോക്കണം. അതുപോലെ ഫാറ്റും ഒട്ടും തന്നെ കഴിക്കാതിരിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാവേ. രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചിയാ സീഡ് ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് ചിയാ സീഡ് ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ചിയാ സീഡ് ഒന്ന് കുതിർത്തിയെടുത്തു. എന്നിട്ട് അതിലേക്ക് ബാക്കിയുള്ള അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് മധുരത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഞാൻ തേൻ ചേർക്കുന്നുണ്ട്. ഈ ഒരു ചിയാ സീഡ് ഇട്ട ഈ ഒരു വെള്ളം നമ്മൾ ഡെയിലി എടുക്കേണ്ട കാര്യമില്ല. ഒന്നെങ്കിൽ ഒന്നരാടെ എടുക്കുക, അല്ലെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോൾ എടുക്കുക. അതാണ് നല്ലത്. ഈ ഒരു ചിയാ സീഡിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വയറ് കുറയാനും അതുപോലെ വെയിറ്റ് ലോസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ചിയാ സീഡ് കുടിച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഞാനിതാ ചിയാ സീഡ് ഒരുപാട് എടുക്കരുത്, ഒരു 2 ടീസ്പൂണൊക്കെ ഒരു ദിവസം മതിയാവേ. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ മതിയല്ലോ. അപ്പോൾ ഇതാ ഞാൻ ചിയാ സീഡ് നന്നായിട്ട് ഒന്ന് കുതിർത്തിയെടുത്തതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ തേനും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് രാവിലെ തന്നെ കുടിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ വെറും വയറ്റിൽ കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ ഫുള്ള് നമ്മുടെ ശരീരത്തിന് കിട്ടും. അപ്പോൾ അത് ചിയാ സീഡ് ഇട്ടുള്ള വെള്ളം കുടിച്ചു. അതിനുശേഷം നമ്മൾ ഇന്ന് കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് മില്ലറ്റ് കൊണ്ടൊരു കഞ്ഞിയാണ് കേട്ടോ. തീരെ വെള്ളം പോലത്തെ കഞ്ഞിയല്ല, കുറച്ച് കുറുകിയിരിക്കുന്ന ഒരു കഞ്ഞി. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് മില്ലറ്റിൻ്റെ കഞ്ഞി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പേൾ മില്ലറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന് വജ്ര എന്നും പറയും. അപ്പോൾ ചെറിയ മില്ലറ്റില്ലേ, അതാണ് വജ്ര മില്ലറ്റ്. അപ്പോൾ ഇതാ നമ്മൾ മില്ലറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യണം, നമ്മൾ തലേദിവസം തന്നെ മില്ലറ്റ് ഒന്ന് കുതിർത്തി വയ്ക്കണം കേട്ടോ. തലേദിവസം കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിവിടെ തലേദിവസം കുതിർത്തി വെച്ചിട്ട് രാവിലെ ഇതാ കുക്കറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഇതുപോലെയാണ് എടുക്കുന്നത്. കുറച്ച് വെള്ളത്തിൽ വേണമെങ്കിൽ നമുക്ക് കഞ്ഞിയൊക്കെ കുടിക്കുന്ന പോലെ വേണമെങ്കിൽ എടുക്കാം. അപ്പം ഞാൻ ഈ ഒരു ടൈപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഒരു കുറഞ്ഞ തീയിൽ ഒരു 15 മിനിറ്റോളം വേവിച്ചെടുത്താൽ തന്നെ നമ്മുടെ ഈ മില്ലറ്റ് വെന്ത് കിട്ടും. നമ്മൾ കുതിർത്തി എടുക്കുന്നുണ്ട്. കുതിർത്തി എടുത്തില്ലെങ്കിൽ കുറച്ച് നേരെ ഇട്ട് വേവിക്കേണ്ടി വരുവേ. കുതിർത്തി എടുത്താൽ ഗുണവും കൂടും. അങ്ങനെ ആ മില്ലറ്റ് വേവിച്ചതിലേക്ക് കുറച്ച് തേങ്ങ തിരുമ്മിയതും, ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമ്മിയതും, ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കി അങ്ങ് കഴിച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പ്രോട്ടീൻ റിച്ച് ആകും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇന്ന് ഞാൻ കുറച്ച് സീഡ്സും അതുപോലെ തന്നെ ബദാമും കഴിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും സീഡ്സോ നട്ട്സോ രാവിലെ തന്നെ കഴിക്കാം. അത് കഴിഞ്ഞ് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഇടയ്ക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാവേ. ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിലും കഴിക്കാം. ഏതാണെങ്കിലും കുറച്ച് ഫ്രൂട്ട്സ് അങ്ങ് ഉള്ളിൽ ചെല്ലുന്നത് നല്ലതാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്ക്. അപ്പം നമ്മൾ വൈകുന്നേരം ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതിലും രാവിലത്തെ സമയങ്ങളിൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് കഴിക്കുന്നത് ഹെൽത്തിന് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം ഉച്ചയായപ്പോഴത്തേനും നമുക്ക് ലഞ്ചിൻ്റെ ടൈമായി, ലഞ്ച് കഴിക്കാം. രാവിലെ മില്ലറ്റ് കഴിച്ചതുകൊണ്ട് തന്നെ അധികം വിശപ്പൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് ലഞ്ച് അങ്ങ് കഴിക്കാം. ഞാനിന്ന് കുറച്ച് ക്യൂക്കുംബറും ക്യാരറ്റും തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തു. പിന്നെ 1 കപ്പ് നല്ല തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈര് എടുക്കണം, അതാണ് നമുക്ക് നല്ലത്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈരും പിന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടെ കഴിച്ചു കേട്ടോ. തൈരിന് പകരം നമുക്ക് ഗ്രീക്ക് യോഗേർട്ട് എടുക്കാം കേട്ടോ. ഫ്ലേവർ ഇല്ലാത്ത യോഗേർട്ട്, അതും നല്ലതാണ് ശരീരത്തിന്. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം സന്ധ്യയായപ്പോഴത്തേക്കിനും ചായക്ക് പകരം ഗ്രീൻ ടീ കുടിച്ചു. ഗ്രീൻ ടീ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഡയറ്റിങ്ങിനൊക്കെ. അപ്പോൾ ഗ്രീൻ ടീ കുടിച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു വിശപ്പ് സന്ധ്യയായപ്പം. അപ്പോൾ ഒരു ആപ്പിൾ അങ്ങ് കട്ട് ചെയ്ത് കഴിച്ചേ. ആപ്പിളാകുമ്പം കുഴപ്പമില്ലല്ലോ, അത് കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ വൈകുന്നേരം ഡിന്നറിന് ഇന്ന് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു ദോശയാണ്. അതും നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു ബൗളിലേക്ക് ഗോതമ്പ് പൊടി നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇതെനിക്ക് മക്കൾക്കുള്ള എടുത്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി. അപ്പോൾ ഇതാ ഗോതമ്പ് പൊടി ആവശ്യത്തിന് എടുത്തു. അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടതും, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, അതുപോലെ കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു പച്ചമുളക് മതിയല്ലോ, മക്കൾക്കൊക്കെ ആകുമ്പം അധികം എരിവെടുക്കണ്ടല്ലോ അതുകൊണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കട്ട്
കട്ട് ചെയ്തിട്ടാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് എന്തോ ഇഷ്ടമല്ല, എനിക്കിഷ്ടമാണ്. എനിക്ക് തന്നെ ഉണ്ടാക്കുമ്പോൾ മല്ലിയില കട്ട് ചെയ്തിടാറുണ്ട്. കറിയുടെ ഒക്കെ കൂടെ മല്ലിയില കട്ട് ചെയ്തിട്ട് അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്താ മല്ലിയില ഇടുന്നില്ല. അപ്പോൾ അത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മൾ സാധാരണ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയല്ലേ, കട്ടയൊന്നും കെട്ടത്തില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ ഒട്ടും കട്ട കെട്ടാതെ ഇതുപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഉടനെ തന്നെ അങ്ങ് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് കാസ്റ്റ് കല്ലാണ് വെച്ചിട്ടുള്ളത്. അതാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലതല്ലേ, ഹെൽത്തിന് നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാസ്റ്റ് അയൺ തന്നെ വെച്ചു. നേരത്തെ ഞാൻ നോൺ സ്റ്റിക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഇടയ്ക്കാണ് കാസ്റ്റ് അയൺ മേടിച്ചത്. എനിക്ക് കാസ്റ്റ് അയൺ മേടിക്കാൻ മടിയായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുമോ, വരാൻ പാടാണോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ കുറേ വീഡിയോസിലൊക്കെ കണ്ടു ഇതുപോലെ കാസ്റ്റ് അയണിൻ്റെ പാത്രം യൂസ് ചെയ്യുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ ഞാൻ എന്തായാലും ഒരെണ്ണം മേടിച്ചു. പക്ഷേ നല്ല അടിപൊളി ക്വാളിറ്റി സാധനം ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ അടിയിൽ പിടിക്കാതെ നല്ല നോൺ സ്റ്റിക്ക് പോലെ കിട്ടുന്നുണ്ടേ. അപ്പോൾ നമുക്ക് ദോശ ഒന്ന് പരത്തി കൊടുക്കാം. അയൺ പാത്രം ആയതുകൊണ്ട് തന്നെ ആദ്യം എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ദോശമാവ് ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. കനം കുറച്ചിട്ട് അങ്ങ് പരത്തിയെടുക്കാവേ. ഞാൻ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, വിർജിൻ കോക്കനട്ട് ഓയിലാണ്, അതുകൊണ്ട് കുറച്ചങ്ങ് ഒഴിച്ചു കൊടുത്തു. അതെനിക്ക് കഴിക്കാനല്ല കേട്ടോ, ഞാൻ എണ്ണ ഉപയോഗിക്കുന്നില്ല. കറി കൂട്ടി കഴിക്കുന്നതുകൊണ്ട് കറിയിൽ എണ്ണ ഉണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ദോശയ്ക്കും കൂടെ എണ്ണ ചേർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോർമൽ എണ്ണ ഒഴിക്കാത്ത ദോശയാണ് ഉണ്ടാക്കിയെടുത്തത്. ഇത് കുഞ്ഞുങ്ങൾക്ക് ഞാൻ കുറച്ച് നല്ല വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചെടുത്ത് നല്ല മുരിയിച്ചെടുത്തു. നെയ്യിലാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ട് ഒഴിച്ചാൽ. അപ്പോൾ ഇവിടെ നല്ല വെർജിൻ കോക്കനട്ടിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, അതുകൊണ്ട് ഞാനങ്ങ് ഒഴിച്ചു. അപ്പോൾ മക്കൾക്കുള്ള ദോശയൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കുള്ള 2 ദോശയും കൂടെ ചുട്ടെടുക്കണം. അധികം എണ്ണയൊന്നും ഒഴിക്കാതെ, അധികമല്ല എണ്ണയൊന്നും ഒട്ടും തന്നെ ഒഴിക്കാത്ത 2 ദോശ ചുട്ടെടുത്തു. കാരണം നല്ല എണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ള കറി കൊണ്ടല്ലേ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും ദോശയിലും കൂടെ കുറേ എണ്ണ ഒഴിക്കേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ദോശ ചുട്ടെടുത്തു. അതിനോടൊപ്പം നല്ല മത്തിക്കറിയാണ് എടുത്തിട്ടുള്ളത്. കുഞ്ഞൻ മത്തി മുളകിട്ട് വെച്ചത്. ഇപ്പോൾ കുഞ്ഞൻ മത്തി കൂടുതലായിട്ട് കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഈ കുഞ്ഞൻ മത്തി കഴിക്കാനായിട്ടല്ലേ. അപ്പോൾ 2 ദോശയും കുഞ്ഞൻ മത്തി മുളകിട്ട കറിയും കൂടെ കൂട്ടിയിട്ട് ഡിന്നർ കഴിക്കുക. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫുഡ് റൊട്ടീനൊക്കെ കഴിഞ്ഞ് കേട്ടോ. എന്നും ഒരുപോലെയല്ല, എന്നും വ്യത്യസ്തമായിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം ഞാൻ എന്നും കഴിക്കുന്ന ഫുഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്ട് വീഡിയോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തെല്ലാം കഴിക്കുന്നുള്ളത് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മുടെ നേരത്തെ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ എക്സസൈസ് ചെയ്യാൻ വിട്ടുപോകരുത്. 1 മണിക്കൂറെങ്കിലും ഡെയിലി എക്സസൈസ് ചെയ്യണം. അതുപോലെ 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുകയും കൂടെ ചെയ്യണം.